ഹായ് കൂട്ടുകാരെ, ഇതാണ് മേച്ചേരിക്കുന്ന് എന്ന മനോഹരമായ ഗ്രാമം. ഇവിടെയാണ് എന്റെ ചങ്ങാതിമാരായ അഭിയും രേണുവും താമസിക്കുന്നത്. ഇതാണ് ഗുണ്ടരവി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മൊട്ടരവി. ഈ നാട്ടിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം ഇവനും ഇവന്റെ കൂട്ടുകാരൻ സുഗുണനുമാണ്. ഇതാണ് ഇവന്റെ കൂട്ടുകാരൻ തരികിട സുഗുണൻ. എന്റെ ചങ്ങാതിമാരെ ശല്യപ്പെടുത്തുക എന്നതാണ് ഇവന്മാരുടെ പ്രധാന വിനോദം. ഞങ്ങളുടെ അച്ഛനും ലവന്മാരും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അച്ഛനോടുള്ള പ്രതികാരം അവര് ഞങ്ങളോട് തീർക്കാൻ ശ്രമിക്കും. അതാ പതിവ്. ഡേയ്, ഇങ്ങനെ നിന്നാ മതിയോ? അത് എങ്കിൽ കുറച്ച് നടന്നിട്ട് വരാം. ഓ, അതല്ല, അകത്തോട്ട് വല്ലതും പോവണ്ടേ? പിന്നെ തീർച്ചയായും. ആഹാ, ആ വേലുവിന്റെ വീട്ടിൽ നിന്നും ബിരിയാണിയുടെ മണം വരുന്നുണ്ടല്ലോ. അങ്ങോട്ടേക്ക് വിട്ടാലോ? അയ്യയ്യേ, അതൊക്കെ മോശമല്ലേ? നമുക്കൊരു അഭിമാനമൊക്കെ ഇല്ലേ? നീ എപ്പോഴാ ഡീസന്റ് ആയത്? അത് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നതിലും നല്ലത് 2 ബിരിയാണി ഇങ്ങോട്ട് എത്തിക്കാൻ പറയുന്നതല്ലേ? അതല്ലേ അതിന്റെ ശരി? ഓ പിന്നെ പറഞ്ഞാൽ ഉടനെ എത്തിക്കാൻ. വേലു നിന്റെ മച്ചൂരനല്ലേ? എന്തോ നാട് എന്നെ കുറിച്ച് ഇവിടെ ഒരു ചർച്ച? അല്ല, അത് ഈ ഇടിവെട്ട് സുഗുണനൊരു ആഗ്രഹം. ഇടിവെട്ടോ? ഇവനോ? ഇടിവെട്ടിന്റെ കൂടെ നടന്നിട്ടാണോ നീ ഇങ്ങനെ തല തിരിഞ്ഞു പോയത്? ചേട്ടന്റെ തമാശ എനിക്കിഷ്ടായി. അതിരിക്കട്ടെ, എന്താ ആഗ്രഹം? അത് പിന്നെ ഒരു ബിരിയാണി കഴിക്കണമെന്ന് കുറേ ആയി ആഗ്രഹം. അല്ല, ചേട്ടന്റെ വീട്ടിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. ചിക്കനാണോ അതോ മട്ടനാണോ? എടോ, എന്റെ വീട്ടിൽ ഇന്ന് കഞ്ഞിയും ഉണക്കമീനുമാണ്. കഞ്ഞിയോ? ബിരിയാണിയുടെ മണം വരുന്നത് ആ വാസുവിന്റെ വീട്ടിൽ നിന്നാണ്. ആ വാസുവിന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ആ ബിരിയാണിയിൽ ഒരു 8ന്റെ പണി കൊടുക്കണമല്ലോ. ആഹാ, രണ്ടുപേരും സന്തോഷത്തിലാണല്ലോ. ഇന്ന് രാമുവിന്റെ പിറന്നാളാണ്. മുട്ടായിയും കേക്കും പിന്നെ ബിരിയാണിയും ഒക്കെ ഉണ്ട്. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവർ വീട്ടിലേക്ക് പോയി. ഇനിയാണ് എന്റെ വിളയാട്ടം തുടങ്ങുന്നത് മോനെ. എന്താ പ്ലാൻ? പൂരം കണ്ടാൽ പോരെ, പറഞ്ഞറിയിക്കണോ? ഈ സെയിം ഡയലോഗ് നീ അടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇതുവരെ ഒരു പൂരവും കാണാൻ കഴിഞ്ഞിട്ടില്ല.